ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന് 3 കോടി രൂപയുടെ ബജറ്റ്. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യത്തിനുമാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനുമായി 4,31,00,000 രൂപയും നീക്കിവെച്ചു. 38,20,55 രൂപ വരവും 37,23,22,000 രൂപ ചെലവും 76,80,055 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നാസിം അവതരിപ്പിച്ചത്. നികുതി വരുമാന ഇനത്തിൽ 1,89,25,000 രൂപ, നികുതിയേതര വരുമാന ഇനത്തിൽ ഫീസ് ആൻഡ് യൂസർ ഫീ ചാർജ് ഇനത്തിലുള്ള 86,04,500 രൂപ, സെയിൽ ആൻഡ് ഹയർ ചാർജ് ഇനത്തിലുള്ള 5,45,000 രൂപ, പലിശ ഇനത്തിലുള്ള 7 ലക്ഷം രൂപ, മുൻവർഷ വരവിനത്തിൽ 5 ലക്ഷം രൂപ, വാടക ഇനത്തിൽ 5,40,000 രൂപ, അനിവാര്യ ചുമതലകൾക്കായി സംസ്ഥാന സർക്കാർ ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇനത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് 4,11,35,000 രൂപയും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനും നിലവിലുള്ളവയുടെ നവീകരണത്തിനുമായി 4,31,58,000 രൂപയും വകയിരുത്തി. യുവാക്കളുടെ കായിക പരിശീലന പദ്ധതിയും പുനർജനി എന്ന പേരിൽ പാൽ വസ്തുക്കളിൽ നിന്നും അലങ്കാര രൂപ നിർമ്മാണം, ഓച്ചിറയുടെ തനത് തെങ്ങിൻ തൈകളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്ന കേരഗ്രാമം എന്നീ പദ്ധതികൾ ബജറ്റിൽ ലക്ഷ്യമിടുന്നു. ഓച്ചിറ ഉദ്യാന നഗരം പദ്ധതിയുടെ 3ാം ഘട്ടവും ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നിർമ്മാണവും ഓച്ചിറ ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയും കെട്ടിടങ്ങളില്ലാത്ത ഘടക സ്ഥാപനങ്ങൾക്ക് കെട്ടിട നിർമ്മാണവും ബജറ്റിൽ ലക്ഷ്യമിടുന്നുണ്ട്. അംഗനവാടികളുടെ നവീകരണം, സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂം, അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, പൊതു ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തി. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് വിവിധ പദ്ധതികളും സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി ജെൻഡർ ന്യൂട്രാലിറ്റിയിലൂടെ പഞ്ചായത്തിനെ ബാലസൗഹൃദ, സ്ത്രീ സൗഹൃദ, വയോജന സൗഹൃദ പഞ്ചായത്തായി മാറ്റുന്നതിനുള്ള പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ എങ്ങനെയാകും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി അത് സംയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളും അതുപോലെ തന്നെ MLA-യുടെയും MP-യുടെയും ഫണ്ടുകളും നമുക്ക് വിവിധ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും ഒക്കെ ചേർത്ത് കൂട്ടിയിണക്കിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന സമഗ്രമായ ഒരു പുരോഗതി ഉണ്ടാകുക എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.